നമസ്കാരം. മനുഷ്യജീവനുകൾ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോകുമ്പോൾ കണ്ടു നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. അർദ്ധരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ തങ്ങളോട് ഉറങ്ങിക്കിടന്ന ആ കട്ടിലിനടിയിലേക്ക് കലങ്ങി മറിഞ്ഞു വരുന്ന ആ വെള്ളപ്പാച്ചിൽ വീട്ടിൻ്റെ കിടപ്പുമുറിയിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞെട്ടിയുണർന്നേറ്റ് നോക്കുമ്പോൾ കഴുത്തളവോളം നിലയ്ക്കാത്ത വെള്ളം ഉയർന്നു വരുന്ന സ്ഥിതിയിൽ ജീവനും കൊണ്ട് തങ്ങളുടെ ഈ നാളിതുവരെയുള്ള സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ച് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് രക്ഷാകവാടം തേടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങോട്ടാണ് ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടേണ്ടത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ നിൽക്കുന്ന മനുഷ്യൻ്റെ ആ നിസ്സഹായ അവസ്ഥ, തൊട്ടയൽപക്കത്ത് നിന്ന് ഉയരുന്ന കൂട്ട നിലവിളി പോലും ശ്രവിക്കാൻ സാധിക്കാതെ, തൊട്ട് തലേ ദിവസവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പിരിഞ്ഞ, ഒരുമിച്ച് സംസാരിച്ചു പിരിഞ്ഞ ആളുകളെ പോലും സംരക്ഷിക്കാനാവാതെ മനുഷ്യന് നിസ്സഹായതയോട് കൂടിയിട്ട് നോക്കി നിൽക്കേണ്ട സാഹചര്യം. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്? ഇത്ര വലിയ ദുരന്തം അനുഭവിച്ച് നിൽക്കുന്ന വയനാടിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കവളപ്പാറയിലും പെട്ടിമുടിയിലുമൊക്കെ നാം ദുരന്തം നേരിട്ടവർ തന്നെയാണ്. ആ ദുരന്തത്തെ അതിജീവിച്ച ജനത തന്നെയാണ് കേരള ജനത, മലയാളി സമൂഹം. പക്ഷേ ഗാർഗിൽ റിപ്പോർട്ടിനെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളൊക്കെ വാതോരാതെ സംസാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ 2010 മാർച്ചിൽ കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ട മലനിരക്കുകളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിച്ച ആ സമിതി 2011 ഒക്ടോബർ മാസം 31 തീയതി 522 പേജുകളുള്ള ആ പഠന റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരുന്ന ആ മാധവ് ഗാഡ്ഗിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വരുന്ന 3-4 വർഷങ്ങൾ കൊണ്ട് വലിയ ദുരന്തം വരാനിരിക്കുന്നു. പശ്ചിമഘട്ട മലനിരക്കുകൾ വലിയ ഭീഷണിയിലാണ്, വലിയ അപകടത്തിലാണ്, വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലാണ് ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ആ പഠന റിപ്പോർട്ടിനെ അവഗണിച്ച സ്ഥിതിയായിരുന്നു നമ്മുടെ ഭരണകൂടം കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തെയൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്, കാണേണ്ടി വരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഉടുതുണിക്കോ മറുതുണിയില്ലാതെ സർവ്വതും നഷ്ടപ്പെട്ട് ഒരു അമ്മ ഇന്ന് ഒരു ചാനലിലൂടെ അഭിമുഖത്തിലൂടെ പറയുകയാണ്, എന്തു ഗതികേടാണ്, നാം ചിന്തിക്കേണ്ടതാണ്. ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട്, സ്വന്തം ജീവനും കൂടെയുള്ളവരുടെ ജീവനുമൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ ചെളിവെള്ളത്തിലൂടെ കടന്ന് നീന്തി അവർക്കറിയാവുന്ന തരത്തിലുള്ള സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ചെന്നുപെട്ടത് ഒരു കൊമ്പനാനയുടെ ആനകളുടെ മുന്നിലേക്കാണ്. ആ കൊമ്പനാനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ട് നേരം പുലരുവോളം ആ കൊമ്പനാന ആ അമ്മയ്ക്കും കുടുംബത്തിനും കാവൽ നിന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഒട്ടേറെ ഓൺലൈൻ ചാനലുകളിലൂടെ ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് പോലും കേരളത്തിൻ്റെ മലയാളി സമൂഹം ഈ വയനാടിൻ്റെ ദുരന്തത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗതികെട്ട അവസ്ഥയും നാം കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്നൊക്കെ ആളുകൾ പറഞ്ഞു പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ യാഥാർത്ഥ്യ തലങ്ങളിലേക്ക് നാം അന്വേഷിച്ചെത്തുമ്പോൾ കഴിഞ്ഞുപോയ കാലങ്ങളിലെ ദുരന്തങ്ങളിലെയൊക്കെ അവരുടെ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഇത്തരത്തിൽ അവരെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികൾ വകമാറ്റി ചെലവഴിക്കുകയും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപഭോക്താവിന് കൃത്യമായിട്ട് പീഡനങ്ങൾ ഇത്തരത്തിലുള്ള ആ ദുരന്തമുഖത്തിൽ ദുരന്തം അനുഭവിച്ച കുടുംബങ്ങളിലേക്ക് ആ സഹായഹസ്തങ്ങൾ എത്താതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഇത്രയും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നത്. അതുകൊണ്ടാണ് നവമാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ സമൂഹത്തിൽ ആളുകൾ കഴിവതും നമ്മുടെ സഹായഹസ്തങ്ങൾ നേരിട്ടെത്തിക്കണം എന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ നൽകുന്നത്. ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഈ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള കൊടിയ പീഡനം, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇത് എത്തിച്ചേരണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്
നിന്നാണ് ഈ വിമർശനങ്ങളൊക്കെ ഉടലെടുക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. യഥാർത്ഥത്തിൽ എത്ര കണ്ട് ദുരിതമനുഭവിക്കുന്ന ഈ സമൂഹത്തെ സഹായിച്ചാലാണ് നമുക്ക് മതിയാവുക എന്ന് ഒരു മലയാളി ശരാശരി ചിന്തിച്ചാൽ അത് ആ മലയാളി സമൂഹത്തിൻ്റെ ഇന്ന് വരെയുള്ള ആ ഒരു ഇത്തരത്തിലുള്ള അവസ്ഥയെ നേരിടുവാൻ വേണ്ടിയിട്ട് പീഡനം അനുഭവിക്കുന്ന, ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച അനുഭവ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ രക്ഷപ്പെടുത്തുവോളം അങ്ങേയറ്റം അവരെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം തന്നെയാണ് നാളിതുവരെ നമുക്കുള്ളത്. അതുകൊണ്ട് വയനാട്ടിലെ ഈ പ്രളയത്തിൽ നിന്നും നാം കരകയറും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ ഇന്ന് വയനാട് സന്ദർശിച്ചു. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോഴും കേരളത്തിൻ്റെ സർക്കാർ ഇവർക്ക് റിലീഫ് ക്യാമ്പുകളൊക്കെ ഒരുക്കി ഇവരെ സംരക്ഷിക്കുമ്പോഴും ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ വീണ്ടെടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള അങ്ങനെ ഫലപ്രദമായിട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള നയരൂപീകരണവും ഒക്കെ നടത്തണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ മലയാളി സമൂഹം ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള ഭവന നിർമ്മാണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ ഗ്രാമം ഒന്നടങ്കം ഒലിച്ചുപോയ ആ ഗ്രാമത്തിലെ ശേഷിച്ചവരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തങ്ങളെക്കുറിച്ചോ ഒന്നും ഈ സമയം വരെയും ഒന്നും പ്രഖ്യാപനങ്ങളൊന്നും നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യം അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് വയനാട്ടിൽ നിലനിൽക്കുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം വയനാട്ടിൽ സാധ്യമായിട്ടുണ്ട്. പക്ഷേ എന്നാലും അനിവാര്യമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അത് അങ്ങേയറ്റം വയനാട്ടിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്തിൻ്റെ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലുള്ള ഒരു വ്യക്തിയുള്ളപ്പോൾ രാജ്യത്തിന് ഇത്രയും കരുത്തേറിയ അനുഭവ പരിചയം കൊണ്ട് ശക്തമായിട്ടുള്ള ഭൂകമ്പത്തിൽ തകർന്ന ഗുജറാത്തിനെ വീണ്ടും പഴയതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടിയിട്ട് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് മനസ്സിന് ഇച്ഛാശക്തിയും പ്രേരണയും പകർന്നു നൽകിയ ഒരു പ്രധാനമന്ത്രി, അത്തരത്തിലൊരു രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരത്തിലൊരു വലിയ ദുരന്തം, ഇത്തരത്തിലൊരു കൊടിയ ദുരന്തം ഈ കേരളത്തിൽ വയനാട്ടിൽ സംഭവിക്കുമ്പോൾ ആ വയനാട്ടിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യവും ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യവും അങ്ങേയറ്റം ഈ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ആശ്വാസം പകരും. അങ്ങേയറ്റം ഇവർക്ക് മനസാന്നിധ്യം തിരിച്ചു കൈവന്നുകൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ശേഷിച്ച മനുഷ്യജീവനുകൾക്ക് വലിയ ഉൾക്കരുത്ത് ലഭിക്കും. അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഈ വയനാട് സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായാൽ അത് അങ്ങേയറ്റം കേരളത്തിൻ്റെ മലയാളി സമൂഹത്തിൻ്റെ വിശേഷിച്ച് ഈ വയനാട്ടിലെ ഇത്തരത്തിലുള്ള ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസമായിട്ട് മാറും. നന്ദി, നമസ്തേ.